18 വയസ്സായത് എൻ്റെ മോൾക്ക് ഞാൻ അറിഞ്ഞതുപോലും ഇല്ല. ഉണ്ണി നമുക്ക് ചെറിയ കുഞ്ഞ് തന്നെയാണ് ഇപ്പോഴും. എൻ്റെ മോളെ എനിക്ക് മിസ് ചെയ്യും. എന്നാലും ഇൻഷാ അല്ലാ അവൾ എവിടെയായാലും സന്തോഷമായിട്ടിരിക്കണം. മകള് ജനിച്ചപ്പോൾ മുതൽ ഇത്രയും കാലഘട്ടത്തിലുള്ള വളർച്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വലുതായി എന്ന് തോന്നിയത് എനിക്ക് ഈ എൻഗേജ്മെൻറ്റ് ഡേയിലാണ്. എനിക്ക് മാനസികമായിട്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. കാരണം അവൾ ഇത്രയും നാളായിട്ട് വിട്ട് പിരിഞ്ഞിട്ടില്ല. അവൾ എവിടെയും ആകെ അവളുടെ ഉമ്മയുടെ വീട്ടിൽ മാത്രമേ ഒരു ദിവസം പോയി, മാക്സിമം ഒറ്റ ദിവസം. ബാക്കി ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് അവൾ. അത്രയും പെറ്റായിട്ടാണ് ഞങ്ങൾ അവളെ വളർത്തിയത്. നീ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയാലും നമുക്കത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. റൈനയെ കണ്ടത് എൻ്റെ മോള് നസറിനാണ്. കാരണം റൈനയുടെ ഇളയ സഹോദരൻ എൻ്റെ മോളുടെ കുട്ടിയുടെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ മോളിങ്ങനെ അവർ തമ്മിൽ മീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം പിന്നെ നാസിബിനോടും ഞങ്ങളോടും കാര്യം പറയുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു മരുമകളല്ല, മകൾ എന്ന് വേണമെങ്കിലും പറയാം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മോൾക്ക് പറ്റിയൊരു വരനാണ് നാസിബ്. മോളെ എന്നും അവൻ നോക്കിക്കോളൂ. ഇൻഷാ അല്ലാ അത് മരണം വരെ എത്തിച്ചേരുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സ്വയം പങ്കുവെച്ചു കഴിയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.
അൻസാരി റെയിനെ തിരിച്ചറിയുന്നില്ല. നോക്കൂ, കുഴപ്പമില്ലല്ലോ. നമ്മൾ പ്രതീക്ഷയിലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രായമുള്ള മോൾ എനിക്കുണ്ടെന്ന് തോന്നി. അകൽച്ച പോലെയാണ്. ഞാൻ ടുട്ടു എന്നാണ് വിളിക്കാറ്. ടുട്ടു റൈന അവർ രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി മരണം വരെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും. അതെല്ലാം സന്തോഷത്തോടുകൂടി ജീവിച്ച് ആസ്വദിക്കുക നിങ്ങൾ. ടുട്ടു അതുപോലെ തന്നെ ഞാൻ മരണം വരെ സന്തോഷമായിട്ട് ഞാനും വാപ്പി ജീവിച്ച പോലെ തന്നെ എൻ്റെ മക്കളും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നാണ് അള്ളാഹുവിനോട് 5 നേരം ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്കി. നിന്റെ തല്ലുപിടുത്തോ റിമോട്ട് തട്ടിപ്പറിക്കൽ ഇടിപിടിക്കൽ അതൊക്കെ മിസ് ചെയ്യും. അതാരണം ഉണ്ണി പോവാണ്ടിരിക്കണം നല്ലത്. അളിയനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ ബെറ്റർ. ഐ ലവ് യു സോ മച്ച്.
എല്ലാവർക്കും അറിയാം, this was the most awaited moment in your life. So be always happy with your Prince Charming. Love you. ഒരു അനിയൻ, ഒരു പപ്പ, ഒരു മമ്മ. അപ്പോൾ ഇവരൊക്കെ വരുമ്പം ലൈഫ് കുറച്ചുകൂടി മീനിങ് ഫുൾ ആവുന്നു, കുറച്ചുകൂടി ലവിങ് ആവുന്നു. അള്ള നൽകുന്ന ഒരു അനുഗ്രഹം, അങ്ങനെയൊക്കെ കാണാനേ ആഗ്രഹമുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ഒരാൾ, നമ്മുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ. അപ്പം ടു ബി മൈ പാർട്ട്ണർ ടു മേക്ക് എ ബെറ്റർ ലൈഫ്. റെയ്ന ഇന്ന് അവൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും വരുന്ന വർഷങ്ങളിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഫൈൻ വിത്ത് ഹർ ഫാമിലി, വിത്ത് ഹർ. ഐ ഹോപ്പ് ഷീ വിൽ ബി വിത്ത് മീ ഇൻഷാല്ലാ. ഹാപ്പി മാരേജ് ലൈഫ്. ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യും.